നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീന കൃപ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി അനുകൂലമായി വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഈ വസ്തു സംബന്ധമായിട്ടുള്ള തടസ്സം എന്ന് പറയുമ്പോൾ പലതരത്തിലാണ്. ബോധപൂർവം തടസ്സപ്പെടുത്തുക, അതിനത്രയും വിലയൊന്നുമില്ല, അത് കേസുള്ള വസ്തുവാണ്, ഇങ്ങനെയൊക്കെ തെറ്റിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പം അതിനൊരു പരിഹാരം ഉണ്ടായി ഒരുവിധം തെറ്റില്ലാത്ത വിലയ്ക്ക് അത് വിറ്റു പോകാനുള്ള ദൈവാധീനമുണ്ട്. അതോടൊപ്പം വാങ്ങുന്ന വസ്തു നമ്മുടെ ഫ്യൂച്ചറിലെ കാര്യങ്ങൾക്ക് ഗുണപ്പെടാൻ യോഗമുള്ള നല്ല ഇടം നമുക്ക് സ്വന്തമാക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ അത് വിജയം ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളോ ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് അനുകൂലമാണെന്നുള്ളതാണ് സത്യം. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അകത്തെന്തെങ്കിലും പൊട്ടലുണ്ടായിരിക്കുക, കന്നിരാശിയിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് വീടിൻ്റെ മെയിൻ്റനൻസ് നല്ല രീതിയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാസ്തു വിദഗ്ധനെയും കൂടെ കൊണ്ട് കാണിച്ചിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൂടെ അത് ഗുണകരമായിട്ടുള്ള ഒരു ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാകാൻ ഇടയാണ്. മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധൈര്യമായിട്ടും മുന്നോട്ട് പോവാം. വാഹനം മാറാനോ പുതുതായിട്ട് വാങ്ങാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം. ചൊവ്വ, ശനി ഈ ദിവസങ്ങളിൽ പുതിയ വാഹനം വാങ്ങാൻ ഉചിതമല്ല. അത് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം നല്ലത് തന്നെയാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി സ്നേഹബന്ധങ്ങൾ, അഫെയറുകൾ, ഫ്രണ്ട്ഷിപ്പുകൾ ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോൺ ബ്ലോക്ക് ചെയ്യുക, മെസ്സേജിന് പോലും മറുപടി ഇല്ലാതിരിക്കുക, ഇത് മാനസിക പിരിമുറുക്കം ഉണ്ടാകും. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മളോട് കാണിക്കുന്ന ഈ വിരോധാഭാസം സഹിക്കാൻ പറ്റില്ല ചിലർക്ക്. ഇത് അവരവരുടെ പഠിത്തത്തെയും തൊഴിലിനെയും എന്തിനും ഉറക്കത്തെ വരെ ബാധിക്കും. അപ്പം ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ചില വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും, നുണയും പാരവയ്ക്കലും എന്ന് പറയാം, അതുമൂലമാണ് ഈ വക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് യാഥാർത്ഥ്യം. അപ്പം ഇത് ഐക്യമത്യ സൂക്ത അർച്ചന നടത്തി 11 ദിവസം ശിവൻ്റെ അമ്പലത്തിൽ ഐക്യമത്യ അർച്ചന നടത്തി കഴിഞ്ഞാൽ പഴയ റിലേഷൻഷിപ്പ് നമുക്ക് വീണ്ടും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, യാതൊരു സംശയമില്ല. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂട്ടു ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില വിള്ളലുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയും സംശയവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇരുന്ന് ചർച്ച ചെയ്ത് ആ വക കാര്യങ്ങൾ തുറന്നു സംസാരിച്ച് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. ഇവിടെ ഐക്യമത്യ സൂക്ത കവചിത മന്ത്രം തന്നെ സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. കാരണം പുതുതായിട്ടുള്ള 1-2 പ്രോജക്റ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഗുണകരമായിട്ടുള്ള സമയമാണ്, നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഗുരുവിൻ്റെ, വ്യാഴത്തിൻ്റെ കാലഹോര, ആദിത്യൻ്റെ, ശുക്രൻ്റെ കാലഹോര സമയത്ത് യാത്രാ സംഗതികൾ നിശ്ചയിച്ച് പുറപ്പെട്ടാൽ പോകുന്ന കാര്യങ്ങൾക്ക് അനുകൂല വിജയം ഉണ്ടാകും. ശനിയുടെ ഘോരാകാലം ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല. പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഡബിളായിട്ട് നമ്മളെ തിരിച്ച് വേട്ടയാടുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. ശനിയുടെ കാലഹോര അവഗണിക്കണം. മകയിരത്തര, തിരുവാതിര, പുണർവത്തിൽ, മുക്കാൽ,
മിഥുന രാശി. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം ഉന്നത വിദ്യാഭ്യാസ യോഗമുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ആ മേഖലയിൽ പഠിക്കാനോ അതിൻ്റെ എൻട്രൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറായാൽ അനുകൂലമായിട്ടുള്ള മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. എക്സ്പെഷ്യലി ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലേക്ക് എത്താനുള്ള നിയോഗം ഉള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിൽ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് ബിസിനസ് ബിൽഡപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് മറ്റ് കാര്യങ്ങളിലേക്ക് താല്പര്യപ്പെട്ട് സർവീസ് ആയിരുന്നാലും പർച്ചേസ് ആയിരുന്നാലും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായിരുന്നാലും ഗുണകരമായിട്ടുള്ള മാറ്റം വരേണ്ട സമയമാണ്. അതൊന്ന് ആലോചിച്ച് കണ്ടെത്തി മുന്നോട്ട് പോയാൽ സാമ്പത്തിക നേട്ടം വളരെ വളരെ അനുകൂലമായിട്ട് വരും. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് 41 ദിവസം ഒരു മണ്ഡലം നെയ്വിളക്ക് കത്തിക്കുന്നത് കൂടുതൽ നമുക്ക് ഈശ്വരാധീന കൃപ അനുകൂലമാകാൻ സഹായകരമാണ്. പുണർവത്തിൽ കാല്, പൂയം, ആയില്യം, കർക്കിടക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വല്ലാതെ വലയ്ക്കും. പ്രത്യേകിച്ച് പരിസരത്തുള്ള അയൽപക്കത്തുള്ള ചില പ്രശ്നങ്ങൾ, അത് അതിര് തർക്കമായിരുന്നാലും വഴിത്തർക്കമായിരുന്നാലും നിസ്സാരം ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ, അത് വളർന്ന് വലുതാകാതെ സീരിയസ് ആയിട്ട് വരാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള ഒരു അവലംബം നമ്മൾ സ്വീകരിക്കുന്നത് ഉചിതമാണ്. കാരണം വെറുതെ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വീണ്ടും വലിച്ചഴക്കേണ്ട സാഹചര്യം വരാൻ പാടില്ല. കാരണം ചില സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്. അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ നുണയും പരവിപ്പും ഇതിൻ്റെ ഇടയ്ക്ക് കലുഷിതമാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷെ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിന് ഗുണകരമായിട്ട് വരും. ഇവിടെ ഗണപതി ഭഗവാന് വിഗ്രഹങ്ങൾ മാറാൻ കറുകമാല 11 വ്യാഴാഴ്ച ചാർത്തി പുഷ്പാഞ്ജലി നടത്തി നാളികേരം ഉടയ്ക്കുന്നത് ഉചിതമാണ്. പരിസരത്ത് ഉള്ള ഗണപതിക്ക് അത് ചെയ്താൽ മതിയാകും. അതിൻ്റേതായുള്ള അനുഗ്രഹവും മാറ്റവും നമുക്കുണ്ടാവും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നത്. ഇവിടെ രോഗാതി ദുരിത ബന്ധനങ്ങൾ വീട്ടിനകത്ത് ഓരോരുത്തരെയും മാറി 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 വലയ്ക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 9 മാസത്തിനിപ്പുറം പെടലി വേദന, തൊണ്ടവേദന, ദഹനക്കുറവിൻ്റെ പ്രശ്നം, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ളവർക്ക്, അതോടൊപ്പം അസ്വസ്ഥതകൾ, ഉപ്പുറ്റി വേദന, മുട്ടുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ ഒരു ഉണർവും തെളിച്ചവും ഇല്ല, എന്നെക്കൊണ്ട് വയ്യ എന്നുള്ള അവസ്ഥ. ഇത് ഉറക്കത്തെയും ഭക്ഷണത്തെയും വരെ ബാധിക്കുന്നു. ഈ വക ദോഷങ്ങൾ മാറണം. അതോടൊപ്പം ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 10ാം ക്ലാസ് വരെ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസ തലത്തിൽ 10ാം ക്ലാസ് വരെ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം അത് 2 പേപ്പർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത് കണക്കാണോ, മാത്സ് ആണോ, കെമിസ്ട്രി ആണോ, ഹിസ്റ്ററി ആണോ, ബയോളജി ആണോ, അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിജയ ശതമാനത്തെ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും സാരസ്വത അരിഷ്ടം അത് 21 ദിവസം പൂജിച്ച് സേവിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ്. ഓർമ്മ, കോൺഫിഡൻസ്, ധൈര്യം ഇതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല റിസൾട്ട് വന്ന് മുന്നോട്ട് പോകുമ്പോൾ തീരെ താഴോട്ടോ പുറകോട്ടോ നമ്മൾ വരാൻ പാടില്ല. അത് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള ഒരു ആർജവത്വവും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അത് നീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ ചിങ്ങൻ രാശിക്കാരിൽ ഗുണകരമായിട്ടുള്ള വിജയ ശതമാനം കാണുന്നുണ്ട്. ഉത്തരത്തെ മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ കലുഷിതമായിട്ട് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാവാനുള്ള സാധ്യത കൂടുതലാണ്.
ചിലപ്പോൾ കുടുംബ തർക്കമായിരിക്കും, വസ്തു തർക്കമായിരിക്കും, സാമ്പത്തിക കാര്യങ്ങളായിരിക്കും, നിസ്സാരം ചില കാര്യങ്ങളുള്ള തെറ്റിദ്ധാരണയായിരിക്കും, ചില അപവാദത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അത് കൂടുതൽ വഷളായി വീണ്ടും നമ്മുടെ കുട്ടികളിലേക്ക് അത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വൈരാഗ്യം, വാശി, അതോടൊപ്പം ശത്രുദോഷമായിട്ടത് വരാൻ പാടില്ല. അവിടെ നമ്മൾ സ്വയം നിയന്ത്രിച്ച് ജാഗ്രത കാണിക്കേണ്ടത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അനിവാര്യമായിട്ടുള്ള സമയമാണ്. കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബമൂർത്തികളെ, യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം, പീഠം, പെരം, വിരിത്യാദികൾ പണ്ടേ വെച്ച് ആരാധിച്ച് അനുഗ്രഹിച്ച് തുണയായിട്ട് നിൽക്കുന്ന ആ സ്ഥാനങ്ങളിൽ ഒരു കന്യയുടെ സ്ഥാനവും കൂടി എന്നെ മറന്നു എന്നുള്ള ചോദ്യം, ആ കന്യയ്ക്കും കൂടെ കൊടുത്തിരുത്തി ഉപചാരക്രിയ ചെയ്ത് തുണയാക്കി നിലനിർത്തണം എന്നുള്ളതാണ് കാണുന്നത്. അതിൽ പട്ട്, കരിവള, പൊട്ട്, ചെപ്പ്, കന്മഷി ഇത് ഭഗവതിക്ക് സമർപ്പിച്ച് ഉപചാര സമർപ്പണം നടത്തി നിവേദ്യവും കടുംബായസ നിവേദ്യം ചെയ്താൽ ആ വക ഏതെങ്കിലും തരത്തിലുള്ള കടം മാറി നമുക്ക് ഈശ്വരാനുഗ്രഹം അനുകൂലമായിട്ട് വരും, ദൈവാധീനം തുണയായിട്ട് വരും, യാതൊരു സംശയമില്ല. ചിത്തിരത്തര, ചോതി, വിശാഖത്തി, മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിൽ ചില പ്രവൃത്തിയുടെ ലക്ഷണങ്ങൾ, കോൺട്രാക്റ്റ് വർക്ക്, മറ്റു കാര്യങ്ങൾ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പ്രതിസന്ധികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് നിയമവശം നോക്കി പോകാനുള്ള സാധ്യത, വർക്കെടുത്തലുള്ള അപാകത, സാമ്പത്തിക കോട്ടവും നഷ്ടവും, ചില വർക്കുകൾ ബ്ലോക്കാകുമ്പോൾ ഉണ്ടാകുന്ന വ്യവഹാരങ്ങൾ ഒക്കെ വന്നുകൂടായികയില്ല. ഇതേ സമയം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്കും ഇതേ പ്രതിസന്ധി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സാമ്പത്തികം ബ്ലോക്കായിരിക്കുന്ന അവസ്ഥ, പലരും വന്ന് നോക്കി കൈ കൊടുത്ത് അഡ്വാൻസ് ആകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ട് ഇടപാട്, രജിസ്ട്രേഷൻ നടക്കാത്ത സ്ഥിതി, ഇങ്ങനെയൊക്കെ വന്നുകൂടായികയില്ല. മറ്റൊരു മേഖല സർവീസ് മേഖലയാണ്. അത് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ആയിരുന്നാലും എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും അഡ്വക്കേറ്റ്സ് ആയിരുന്നാലും അവിടെ ഉണ്ടായിരിക്കുന്ന ചില പ്രതിസന്ധിയും പ്രശ്നങ്ങൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറണോ പോണോ വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. ഇവിടെ ഒരു 2.5 മാസം കൂടി ഒന്ന് ക്ഷമയോടുകൂടി നമ്മൾ പിടിച്ചു നിന്നാൽ ചില വ്യക്തിഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നാലും അല്ലാതെ ഉള്ള പ്രശ്നങ്ങളായിരുന്നാലും ഈ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് നമുക്ക് നല്ല ഒരു ഗ്രോത്തിൽ കൂടി സാമ്പത്തിക മെച്ചവും അനുകൂലവും ഉണ്ടാകാൻ വഴി തുറക്കാൻ സാധ്യത. പക്ഷെ 2.5 മാസം കൂടി വെയിറ്റ് ചെയ്യണം. ഇതിനെ തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ശിവഭഗവാന് 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തുന്നത് ഉചിതമാണ്. ഈ വക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു പരിധിവരെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. വിഷാത്തികൽ അനിഴം കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് സംഘടനാപരമായിട്ട് നമുക്ക് പുറത്തു പോകേണ്ട അല്ലെങ്കിൽ കീഴ്പോട്ട് പോകേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. അത് പൊളിറ്റിക്സ് മേഖലയായിരുന്നാലും വേറെ സംഘടനയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും ശരി തന്നെ ഒരു നെഗറ്റീവിൻ്റെ കാലഘട്ടം. കൂടെ നിൽക്കുന്നവർ നമുക്കൊപ്പം നിൽക്കാതെ മാറി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഇരയാകും. വളരെ വളരെ കരുതൽ വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് വരുന്ന 2.5 മാസം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രതിസന്ധിയും പ്രശ്നങ്ങളും കാരണം സ്റ്റോപ്പ് ചെയ്തിട്ട് വരണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സുവിശേഷം. അവിടെയും ഈ പറഞ്ഞ 2.5 മാസം ഒന്ന് ക്ഷമിച്ച് നിന്നാൽ വേറൊരു തലത്തിലേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഓഫറും പ്രോജക്റ്റുമായിട്ട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധി നമുക്കൊരു സ്ഥിരത ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. അതോടൊപ്പം UK, കാനഡ അല്ലെങ്കിൽ US ആ തരത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ പോകുന്നവർക്ക് അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. അവിടെ ചെന്നാൽ പാർട്ട് ടൈം ജോബ് തരപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വ്യക്തതയും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള യോഗവും വൃശ്ചിക രാശിക്കാരിൽ നിക്ഷിപ്തമാണ്. പക്ഷെ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, വൈകിട്ട് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്ന് പറയും. സ്വന്തം കാര്യം നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ അഭിപ്രായവും പ്രശ്നങ്ങളും ഫ്രണ്ട്സിൻ്റെ തീരുമാനങ്ങളും നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. കാരണം ലോസ് തന്നെയാണ്, സമയനഷ്ടം അത് വരാൻ പാടില്ല. ഇവിടെ മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ
പ്രായോഗികമായിട്ട് നമുക്ക് വഴി അനുകൂലമായിട്ട് വരും. മറ്റു തടസ്സങ്ങളൊന്നും നമ്മളെ അലട്ടില്ല. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനുരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. കേന്ദ്രാധിപതയം സർവം വീക്ഷിതാവം ശുഭേശം. ചില പ്രശ്നങ്ങളിൽ ഭൗതിക തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന ആത്മീയ തലത്തിലേക്കും കൂടെ പോകേണ്ട സാഹചര്യം. യാത്രകൾ, തീർത്ഥയാത്രകൾ, സമർപ്പണങ്ങൾ, അത് സ്വന്തം കാര്യത്തിലായിരുന്നാലും കുടുംബ കാര്യത്തിലായിരുന്നാലും അനുകൂലമാണ്. ഇപ്പോൾ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥന സമർപ്പിത യോഗങ്ങൾ ഗുണകരമായിട്ട് നമുക്കും നമ്മളിൽ കൂടി കുടുംബത്തിനും ശ്രേയസ്കരമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഭവശ്യാം പ്രകൃത്യാം യോഗസ്വരുപേക്ഷം ഐശ്വര്യാം ദമനയതു. അപ്പം ദമനയതു ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ മൗഢ്യയോഗം ബാധിക്കാൻ പാടില്ല. അതായത് ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപശല്യങ്ങൾ നമ്മളെയോ നമ്മുടെ ഗൃഹത്തെയോ ഗൃഹത്തിലുള്ളവരെയോ ബാധിക്കാൻ പാടില്ല. ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് സപ്തശുദ്ധി ചെയ്ത് ലക്ഷ്മീനാരായണ മുദ്ര അത് വിഷ്ണുപാദ സമർപ്പണം ചെയ്ത് മോക്ഷ സായുജ്യ മുക്തി ഇത് മൂന്നും ഗുണകരമായിട്ട് ആ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് അനുകൂലമാണ്. ഭാവസ്യോദയമാശ്രിതസ്യ ഭാവേ, എല്ലാ ഭാവത്തിലും ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാവത്തിൽ എവിടെയാണോ വീഴ്ച വന്നിരിക്കുന്നത് ആ ഭാവസങ്കല്പം സമർപ്പിതമായിട്ട് നമ്മൾ ചെയ്താൽ മരിച്ചവരുടെ പിതൃക്കളുടെ ദുർമൃതി ശാപങ്ങളുടെ ഒക്കെ ദോഷങ്ങൾ മാറും. അതിന് ലക്ഷ്മീനാരായണ പൂജ തന്നെയാണ് ഏറ്റവും വളരെ വിശേഷം. സമർപ്പിതം തിലഹോമം ഇതും ചെയ്യാം. ഉത്രാടത്തി മുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. വീട് മെയിൻ്റനൻസിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. വിവാഹ പ്രപ്പോസലുകൾ തടസ്സപ്പെട്ട് പലതും നീണ്ടുപോയി ഏജ് ഓവറായി എന്നുള്ള അവസ്ഥ സങ്കടകരമാണ്. നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു വിവാഹ പ്രപ്പോസലുകൾ വന്ന ഒരു ജീവിതം അതിങ്ങനെ നീണ്ടു പോകുന്ന അവസ്ഥാവിശേഷത്തിന് മാറ്റം വരുന്നു. പ്രത്യേകിച്ച് ഈ വരുന്ന വൃശ്ചിക മാസത്തിനകത്ത് നല്ല പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതോടൊപ്പം മെഡിസിൻ അങ്ങനെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗത്തിന് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് തൊഴിലിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും അനുകൂല സമയമാണ്. പോയാൽ വിജയവും കാര്യങ്ങൾക്ക് മെച്ചവും നേട്ടവും നാളൊരു നല്ലൊരു ഭാവി അനുകൂലമായിട്ടും കാണുന്നുണ്ട്. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര, ചതയം, പുരുട്ടാതി മുക്കാൽ, കുംഭരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെ, ബുധൻ്റെ, ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പോയാൽ ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയം നമുക്ക് അനുകൂലമാക്കി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തൊഴിൽ മേഖലയിൽ ഒരു പരിവർത്തന യോഗമാണ്. ചില പ്രശ്നങ്ങളിൽ നമ്മളെ ബലിയാടാക്കി നമുക്ക് ചില ശിക്ഷണ നടപടികൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കുടുംബ കോടതിയിൽ നിൽക്കുന്ന വ്യവഹാരങ്ങൾക്ക് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നു ചേരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ജാമ്യം നിന്ന ചില പ്രശ്നങ്ങളിൽ നമ്മളും കൂടി ഉത്തരം പറയേണ്ടതും സാമ്പത്തികം കയ്യിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ്. കുടുംബ വസ്തുവായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറി ന്യായമായിട്ടുള്ളത് നമുക്ക് കിട്ടാനുള്ള ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ടും മറ്റ് 2 കാര്യങ്ങൾ സ്കിൻ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ രോഗാനുദുരിത ബന്ധനങ്ങൾ കാണുന്നെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. അതോടൊപ്പം ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടാൻ ഓപ്പറേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കുംഭരാശിക്കാർക്ക് അനുകൂലമാണെന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെയും ശ്രീ രാജരാജേശ്വരി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക,
ഇതിനൊക്കെയുള്ള ദൈവാധീനം നമുക്ക് ഗുണകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാക്കി തരും. പൊരുരുട്ടാതി 4, ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ചില പ്രശ്നത്തിൽ അധിഷ്ഠിതമായിട്ട് സഹായിക്കാൻ പോയാലും നമ്മളും കൂടെ അതിൽ പ്രതിയാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൂടായികയില്ല. വീഴ്ചകൾ, വാഹന അപകട സന്ധി, അല്ലെങ്കിൽ പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ അത് ഇനിയും വന്നുകൂടായില്ല. വളരെ കരുതലും ശ്രദ്ധയും വേണം. അതോടൊപ്പം ഗൃഹത്തിനകത്ത് ഓരോരോ അസ്വസ്ഥതകളും നെഗറ്റിവിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അഗ്നിദോഷം വരിക, അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക, അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ. സ്വർണം നഷ്ടപ്പെടുക, ചില കമ്മലിൻ്റെ പൊട്ടോ ആണിയോ എന്തെങ്കിലും. അതോടൊപ്പം വസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക, കേസ് വ്യവഹാരം. പരിസരത്തുള്ള അയൽപക്കമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നീരസവും അസ്വസ്ഥതയും വളർന്നു വരിക. അതോടൊപ്പം ചില കാര്യങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുള്ള നിസ്സഹകരണം കാരണം മാനസിക സംഘർഷം ഉണ്ടാകുക, തെറ്റിദ്ധാരണ മൂലം. ഇതെല്ലാം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റിവിറ്റി വരുന്നുണ്ട്. ഇവിടെ ചതുർക്രിയ ചെയ്ത് കടലാടി, അമൃത്, ചമത, അതോടൊപ്പം ഇത്തി, ഇത്രയും ഒഴിഞ്ഞൊഴുക്കുക, അല്ലെങ്കിൽ അഘോര കവചിത ഹോമം ചെയ്ത് ആ ദോഷങ്ങളെ തീർക്കുകയും ശ്രീ മഹാ ത്രിപുരസുന്ദരി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. സാക്, യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ്. വാച്ച് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.